ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജാർഖണ്ഡിൽ നിന്ന് ഇറങ്ങി കുറച്ച് തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളല്ല, ഞാൻ എത്തിയ കാര്യമല്ല പറയുന്നത്, ഞാൻ ഉണ്ടാക്കുന്ന ഡിഷിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഡിഷാണ് ദഹിവട, അതായത് തൈര് വട. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അതിനെ കാര്യമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? തൈര് വട ശരിക്കും ചൂട് കാലത്താണ് ഇതെല്ലാവരും കഴിക്കുന്നത്. ഞാൻ തണുപ്പ് കാലത്തായി പോയി അത് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പം തൈര് വടയ്ക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഉഴുന്ന് 3-4 മണിക്കൂർ വെള്ളത്തിൽ പുതിർത്ത് വെച്ച് അരച്ചെടുത്ത ഉഴുന്നാണിത്. ഇതിൽ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തു. സാധാരണ നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കുമ്പോൾ ഉള്ളി, പച്ചമുളക് ഇതൊന്നും ഇത് ചേർക്കരുത്. വെറും ഉപ്പ് കൂട്ടിയിട്ടാണ് ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത്. അരച്ച ഉഴുന്നിലേക്ക് ഉപ്പ് കുറച്ച് കലക്കി ചേർത്തു, അത്രയേ ഉള്ളൂ. കാരണം ഇത് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മൾ ഇടുന്ന തൈരിൽ പല സാധനങ്ങളും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല അതിന്. പിന്നെ രണ്ടാമത് വേണ്ട പ്രധാനപ്പെട്ട സാധനമാണ് തൈര്. തൈര് എന്ന് പറഞ്ഞാൽ തീരെ പുളിയില്ലാത്ത തൈരായിരിക്കണം. പുളിയുള്ള തൈരിൻ്റെ കൂടെ വട കഴിക്കുമ്പോൾ നമുക്ക് ഒട്ടും നന്നായി തോന്നില്ല. അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് വാങ്ങിച്ച് മിക്സിയിൽ ഒന്ന് നന്നായിട്ട് അടിച്ച് അതിൻ്റെ കട്ടയെല്ലാം മാറ്റി നല്ല പ്ലെയിൻ തൈരാക്കി അതിൽ ഒരു ടീസ്പൂൺ ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കണം. ഉപ്പും പഞ്ചസാരയും പുളിപ്പും കൂടി വരുമ്പോൾ അതിൻ്റെ ശരിയായ ഒരു ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ ചേർത്ത് വെച്ച തൈരും ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് താളിക്കേണ്ട സാധനങ്ങളാണ്. ഈ തൈരിലേക്ക് കുറച്ച് സാധനങ്ങൾ താളിച്ച് ചേർക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മുഴുവനായിട്ട് വരുള്ളൂ. എണ്ണ ചൂടാകുമ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഉഴുന്ന് പരിപ്പ് ഇതെല്ലാം അതിൽ താളിച്ച് പൊട്ടുന്ന സമയത്തേക്ക് ഈ തൈരിൽ ചേർക്കുക. അതവിടെ കിടക്കട്ടെ. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ വട ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വട ഉണ്ടാക്കുമ്പോൾ ഓരോ വടയും ഉണ്ടാക്കി ഇവിടെ ഞാനൊരു പാത്രം വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കുക. ഇത്രയേ ഉള്ളൂ ഉഴുന്ന് വടയുടെ കാര്യം. ഇനി നമുക്ക് തുടങ്ങേണ്ടതാണ് വടയുണ്ടാക്കൽ. എന്നാലേ തൈര് വട എല്ലാം കംപ്ലീറ്റ് ആവുള്ളൂ. വടയുണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കി ഞാൻ ആ വട ഇതിലേക്ക് ഇടും വെള്ളത്തിൽ. അത് വെറും പച്ചവെള്ളമാണ്. ആ പച്ചവെള്ളത്തിലിട്ട വട പിഴിഞ്ഞെടുത്ത് തൈരിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഡെക്കറേഷൻ, അത്രയേ ഉള്ളൂ. നമ്മുടെ തൈര് വട റെഡി. ഗ്യാസ് കത്തിച്ച് എണ്ണ താളിക്കേണ്ട പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിനു ശേഷം നല്ലൊരു താളിക്കൽ. പച്ചമുളകെല്ലാം ഇഷ്ടാനുസരണം എടുക്കുക എല്ലാവർക്കും. പാൻ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ ഉഴുന്ന് പരിപ്പ്. ഉഴുന്ന് പരിപ്പ് പൊട്ടി നല്ല ചുവപ്പ് കളറായതിനു ശേഷം എല്ലാ സംഗതി ഉണ്ടാക്കുന്ന മാതിരി തന്നെ നമ്മൾ തൈര് ചോറ് ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ ഈ സാധനങ്ങളല്ലേ ചേർക്കുന്ന എല്ലാവരും അല്ലേ? ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന സംഗതി തന്നെയാണ്. എന്നാലും ഇന്നെന്തോ പെട്ടെന്നൊരു തൈര് വട ഉണ്ടാക്കി കാണിക്കണം എന്നൊരു അപ്പോൾ പിന്നെ അത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ്. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. കുറച്ച് ദൂരം നിന്നോ എല്ലാവരും കേട്ടോ. ഇതെല്ലാം ഇടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കെല്ലാം ചെയ്യും. എന്ത് ക്യാമറ ഉണ്ടായാലും നമ്മളെ കണ്ണാണ്. എല്ലാം പൊട്ടിത്തെറിച്ചിട്ടുണ്ടേ പോവും. അപ്പം ഇതെല്ലാം നന്നായിട്ട് അരച്ച് ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ആ ഗ്യാസ് സ്റ്റൗവിലേക്ക് നമുക്കിനി പാൻ വെക്കാം. വട ഉണ്ടാക്കേണ്ട പാൻ. ഇത് നന്നായി ഇളക്കി ചേർക്കും.
നമുക്കിവിടെ കുറച്ച് സ്ഥലപരിമിതിയുണ്ട് ഗൈസ്, കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? എൻ്റെ ഗ്യാസ് സിലിണ്ടർ അങ്ങ് പുറത്തുണ്ടാക്കി വെച്ചതാണ്, അപ്പോൾ ഒന്ന് വേറെ എവിടത്തേക്ക് മാറ്റാൻ പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് സൈഡിലായിട്ടാണ് ക്യാമറയും വരുന്നത്. എല്ലാം കൂടെ എല്ലാവർക്കും നന്നായി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നന്നായി കിട്ടുന്നുണ്ടല്ലോ. നന്നായി ചൂടാവണം. ഈ വടകളെല്ലാം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആദ്യം നന്നായി ചൂടാക്കി നമ്മൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം സിമ്മിൽ വെക്കുക. പിന്നെ അധികം കത്താൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ എല്ലാം പുറത്ത് മാത്രമായി ഉള്ളിലാവില്ല. വടയെല്ലാം പ്രത്യേകം, ഉഴുന്ന വടക്ക് അങ്ങനെ പ്രത്യേകം ഒരു ഇതുണ്ട്. പിന്നെ എല്ലാം ഇതിൽ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഗ്യാസ് നന്നായി ചൂടായതിന് ശേഷം ഇടുക. പെട്ടെന്ന് അത് വട അതിലിട്ടതിന് ശേഷം നമ്മൾ കുറക്കണം. അപ്പോൾ എന്താവും, പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കും. അല്ലെങ്കിൽ പിന്നെ തീരെ വേവില്ല, പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ ഈ വടയൻ്റെ ഉഴുന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം പച്ചവെള്ളത്തിൽ വിരലുകൾ ഇങ്ങനെ മുക്കി നമ്മുടെ കൈയിൻ്റെ അടിയിലും കുറച്ച് പച്ചവെള്ളം തടവി എന്നിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഈ ദഹിവടക്കൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ശരിക്കും ഷേപ്പ് വേണമെന്നൊന്നുമില്ല. ഇങ്ങനെ അങ്ങ് കോരിയിട്ടാലും മതി. ചില സ്ഥലത്തെല്ലാം കാണുന്നുണ്ട് ഇങ്ങനെ കോരിയിടാറാണ് പതിവ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം, കോരിയിട്ടിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് ഇതാക്കിയിട്ട് ആയോന്നൊന്ന് നോക്കാം. നമുക്ക് ഇട്ടിച്ചിട്ട് ആയിട്ടില്ല, നന്നായിട്ട് ചൂടാവട്ടെ. അത് പൊന്തി ഇങ്ങോട്ട് വരണം, എന്നാലേ ആയിന്ന് മനസ്സിലാവുള്ളൂ. ഈ ചീനച്ചട്ടിയിൽ ഒരു രണ്ട് ഇടാൻ പറ്റും. ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2 ഇടാൻ പറ്റും. ഇങ്ങനെ പച്ചവെള്ളത്തിൽ മുക്കി കൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇളകി വരും. ഇനി കുറച്ച് സിമ്മിലാക്കി കൊടുക്കുക, അതായി കഴിയട്ടെ. ഒരു ഒന്നിനും കൂടി സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ 2 ഇട്ടിട്ടുള്ളൂ. സാരില്ല, നിങ്ങൾ വലിയ ചീനച്ചട്ടിയിലെടുത്ത് ഉണ്ടാക്കുന്ന സമയത്ത് 5 6 ഒരുമിച്ച് ഉണ്ടാക്കിയാൽ നമുക്ക് വേഗം കഴിയും. നന്നായി ആവട്ടെ. ഉള്ളിൽ ശരിക്കും വെന്തിട്ടില്ലെങ്കിൽ ഉഴുന്ന് എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും വടേൻ്റെ. ഉഴുന്നിൻ്റെ ടേസ്റ്റ് വെറും ഒരു വല്ലാത്തൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നാറുണ്ട്. ഉഴുന്ന് വട നല്ല വെന്ത് വരണം, വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള വടകളിൽ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഉഴുന്ന് വടയും ചട്നിയും കഴിക്കുന്നതാണെങ്കിൽ എല്ലാം ചേർക്കണം. പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇത് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അധികം ചുവക്കാനും പാടില്ല. ഇത് അധികം ചുവന്നു പോയാൽ തൈരെന്ന് വേറെണ്ണയായിട്ട് ഇതിനെ കാണും. അതുകൊണ്ട് അധികം ചുവക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. ഒരു 4 ഉഴുന്ന് വടയും കൂടി നമുക്കങ്ങനെ ഉണ്ടാക്കിയിടാം. ഇന്ന് ഏതായാലും എല്ലാവരും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. വൈകുന്നേരത്തെ സ്നാക്സ് എല്ലാവരും ഇതായിക്കോട്ടെ. ദഹിവട കുട്ടികളും ഹസ്ബൻഡെല്ലാം ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാനിന്നൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് മറ്റേ ദഹിവട കൊടുത്തൂടെ? ഭയങ്കര സന്തോഷമായിരിക്കൂല അവർക്ക്. ഇടക്കിടക്ക് ഇങ്ങനെ എന്തോ കൊടുത്താൽ മതി, അധികം സന്തോഷിപ്പിക്കൊന്നും വേണ്ട ഭർത്താവിന്. ഇനി നമ്മളെ ഈ ഉഴുന്നുവട, വെള്ളത്തിലിട്ട ഉഴുന്നുവട പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് ഇതിൽ ചേർക്കണം. അധികം ശക്തി കൊടുത്ത് പിഴിയണ്ട, പിന്നെ പൊട്ടിപ്പോവും. എന്നിട്ട് ഈ ഇതിലേക്ക് ഒഴിക്കുക.
കൂടെ നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് ചീനച്ചട്ടി ഓഫാക്കി ഗ്യാസ് ഓഫ് ചെയ്തു. നന്നായിട്ടൊന്ന് വെള്ളത്തിൽ നിന്നു. അധികം ശക്തി കൊടുത്ത് ആരും ഞെക്കരുത് വെള്ളം പോവാൻ. ചെറുതായിട്ടൊന്ന് ഞെക്കിയാൽ മതി. കാരണം അധികം ശക്തി കൊടുത്ത് ഞെക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവും. പിന്നെ വട വേറെ ഷേപ്പിലായി പോകും. എന്നിട്ട് കുറച്ചും കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനിയാണ് ഇതിൻ്റെ ഡെക്കറേഷൻ വരുന്നത്. ഇത് നിങ്ങളെങ്ങനെയാ ഒരാൾ വീട്ടിൽ വന്ന് അല്ലെങ്കിൽ വീട്ടുകാർക്ക് തന്നെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഒരു പ്ലേറ്റിൽ 2 വട വെച്ച് അതിൻ്റെ മുകളിൽ, ഞാനിത് പിന്നെ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ടാണ് ഈ ഉണ്ടാക്കിയ 5 വടയും ഞാൻ ഒരുമിച്ച് തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇത് ജീരകം പൊടിച്ച ഇത് കുരുമുളക് പൊടിച്ചതാണിത്. അത് കുറച്ചിങ്ങനെ അതിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കുക. കഴിക്കുമ്പോൾ നമ്മൾ ഇളക്കിയിട്ടാണല്ലോ കഴിക്കുക, അപ്പം എല്ലാ ടേസ്റ്റും വരും. പിന്നെ ഇത് ജീരകപ്പൊടി, കുറച്ച് ജീരകപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, അതായത് മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ എരിവുണ്ടാവില്ല, ഇങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. പിന്നെ കുറച്ച് ഉപ്പ് ഞാൻ വിരലോണ്ട് ഇടുന്നുണ്ട്, കൂടിപ്പോയാൽ തൈരിലും ഉപ്പുണ്ട്, ഇതിലും ഉപ്പുണ്ട്. ഇത്രയേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊരു സ്റ്റൈലിന് വേണ്ടി ഒരു ഡെക്കറേഷൻ. എൻ്റെ കുഞ്ഞു കുഞ്ഞു ഡെക്കറേഷനുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. കറിവേപ്പില കൊണ്ടുള്ള ഡെക്കറേഷനാണ്. ഇത്ര നേരവും എന്നെ സഹിച്ച് ഇത് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. മാത്രമല്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അടിക്കണം, എന്നാലേ നിങ്ങൾക്ക് അടുത്തതും കിട്ടും. ഇതിലും രുചികരമായ വിഭവമായിട്ടാണ് ഞാൻ അടുത്ത് വരിക. അതുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എല്ലാവരും കണ്ടിരുന്നല്ലോ. താങ്ക് യു ഓൾ. കമൻറ്റ്സ് അറിയിക്കണം. ഗുഡ് ബൈ.